വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാം. കുറെ കാലമായി പുഡിംഗ് എന്താ ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്തൊരു പുഡിംഗ് ഉണ്ടാക്കാന്ന് കരുതി. അത് നല്ല ഈസി ആയിട്ടുള്ള പുഡിംഗ് ആണ് സൂഹി. അതിന് വേണ്ടിയിട്ട് 2 പേക്ക് പാല്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് നമ്മളിത് പറഞ്ഞുകൊടുക്കുക എപ്പോഴും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി പുഡിങ്ങാണ്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് ഗൈസ്. ഓക്കെ, പാല് ഒഴിച്ചെടുക്കട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അമ്മ ഇന്ന് കുറച്ച് വെള്ളത്തിലേക്കില്ലേ നമുക്ക് കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണോളം കോൺഫ്ലവർ എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ കോൺഫ്ലവർ പൊടിയും കൂടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് പോയിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, കമോൺ വായോ. പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കോൺഫ്ലവർ പൊടി ചേർത്ത് മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കൈ വെക്കാതെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിച്ചാകെ നാശമാവും ഗൈസ്. നന്നായിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് കുണ്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് പരിപാടി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഉണ്ട്, ചെറീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ പുഡിംഗ് വയ്ക്കാൻ വേണ്ടി നല്ലൊരു അതർപ്പുള്ളൊരു പാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 കുപ്പിൻ്റെ നല്ലൊരു പാത്രം, നല്ല രസമുണ്ട്. ഇതെങ്ങാനും പൊട്ടിണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്നെ കൊല്ലുന്നു. ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം. എനിക്ക് എപ്പോഴെങ്കിലും പുഡിംഗ് ഒക്കെ തിന്നാൻ പൂതി എന്നാലും വേഗം ഉണ്ടാക്കും കേട്ടോ. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഓള് നിന്നെ ഫുള്ള് സഹായിച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫ്ലഫി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാൻ പോകട്ടോ. അപ്പൊ അതിന് മുന്നേ ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് അത്യാവശ്യം തൊലിയുണ്ട്. ഈ തൊലിയൊക്കെ ഉരിച്ചിട്ട് വേണം ഡെക്കറേറ്റ് ചെയ്യാൻ. ഇതൊന്നും ഒക്കെ ഇതൊന്നല്ല വേണ്ട, ഒക്കെ ചെറീസ വേണ്ട കേട്ടോ. ഇതൊന്ന് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിലെ അടിയിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞങ്ങളൊരു 1 hour ആകുമ്പോഴത്തേക്ക് എടുത്തിട്ടോ. അപ്പം തന്നെ കുറച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എടുത്തോ എടുത്തോ. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവറൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും വാനില എസൻസോ കൊക്കോ പൗഡറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. വേണമെങ്കിൽ ഫ്ലേവർ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂഹിന്റെ ഫേസ് കാണില്ല, കുറച്ചും കൂടി ഇതാവും. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.